സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് സേതു മൂർത്തിയെ വിളിക്കുവാണ്. അങ്ങനെ മൂർത്തിയെ വിളിച്ചിട്ട് താൻ ഹോട്ടൽ സാധനം പാലസിലൊക്കെ ഉണ്ട്, അല്ല അമ്മ എവിടെ ഉണ്ടോ, അമ്മയൊന്നു കാണാനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനുമാണ് മൂർത്തി ആ കാര്യം പറയണേ. ലക്ഷ്മി മാഡം ആ ഹോട്ടലിൽ തന്നെ ഉണ്ടെന്നുള്ള കാര്യം അത് വിശ്വസിക്കാൻ പറ്റിയില്ല സേതുവിന്. പിന്നീട് സേതു പറഞ്ഞു, ഞാൻ കുറെ തവണ വിളിച്ചായിരുന്നു, അമ്മ ഫോൺ എടുത്തില്ല എന്ന് പറയാ. എന്താണെന്നറിയില്ല, റൂം നമ്പർ 103 പറയണേ. അത് കേട്ടപ്പോ പല്ലി പറഞ്ഞു, അത് ഈ ഫ്ലോറിൽ തന്നെയാണല്ലോ സേതു കേട്ടാ, അങ്ങനെയാണ് നമുക്ക് അമ്മയെ പോയി കാണാന്ന് പറയണ. അപ്പോഴേക്ക് സേതു ചോദിച്ചു, അല്ല മൂർത്തിയങ്ങളെ വല്ല പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ട്? കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാണ് മൂർത്തി പറഞ്ഞുള്ളൂ, കൂടുതലായിട്ടൊന്നും മൂർത്തി പറഞ്ഞില്ല. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി സേതുവിനോട് പറഞ്ഞു, സേതു ഏട്ടാ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അമ്മയൊന്ന് പോയി കണ്ടിട്ട് വരാം. അല്ല അമ്മ ഇനിയിപ്പോ ഉറങ്ങുമോ മറ്റോ ആണോ, അതല്ലേ നമ്മൾ അത്രയും സമയം വിളിച്ചിട്ട് എടുക്കാതിരുന്നേ. അമ്മ മുറിയിൽ തന്നെ കാണുമായിരിക്കും, നമുക്ക് പോയി നോക്കാന്ന് പറഞ്ഞോണ്ട് സേതുവിനെ കൂട്ടിക്കൊണ്ട് പല്ലവി മുറിയിലേക്ക് തൊട്ടടുത്ത റൂമായിരുന്നു. അങ്ങനെ 103 നമ്പറില് മുറിയുടെ ആ മുമ്പിൽ പോയി നിന്നിട്ട് കോളിംഗ് ബെല്ല് അടിക്കുവാണ്. ആര് തുറക്കാനായിട്ട്? ബോധമില്ലാതെ കിടക്കുക അകത്ത് ലക്ഷ്മിയമ്മ. പിന്നെ തുറക്കാൻ പറ്റുന്ന കാര്യമാണോ? കുറെ തവണ ഇങ്ങനെ കോളിംഗ് ബെല്ല് അടിച്ചിട്ടും തുറക്കുന്നില്ല. ഫോണിലേക്ക് വിളിച്ചു നോക്കിയിട്ടും കോളും എടുക്കുന്നില്ല. ഫോൺ അടിക്കുന്നുണ്ട്, പക്ഷെ കോൾ എടുക്കുന്നില്ല. സേതുവിന് പല്ലവിക്ക് ടെൻഷനായി. പല്ലവി പറഞ്ഞു, സേതു ഏട്ടാ എന്തോ ആപത്തുണ്ടെന്ന് തോന്നല്ലോ, ഇതെന്താ ഇത്ര സമയമായിട്ട് അമ്മ കോൾ എടുക്കാത്തെ? ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ലല്ലോ എന്ന് പറയാം. അത് കേട്ടപ്പോ സേതു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ലോക്കാണെന്ന് നോക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ കഥയെ തള്ളി നോക്കി. ലോക്കാണ് അകത്തുനിന്ന്. അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പോഴേക്കും പള്ളി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് റൂം ബോയോട് പറയാന്ന് പറയണ. അങ്ങനെ റൂം ബോയിനെ വിളിച്ചു പറഞ്ഞു. സ്പെയർ കീ ഒക്കെ കൊണ്ടുവന്ന റൂം ബോയ് തുറക്കുവാണ്. തുറക്കണ സമയത്താണ് ആ കാഴ്ച കാണുന്നത്. ലക്ഷ്മി അമ്മ ബോധമില്ലാതെ ബെഡിൽ കിടക്കുന്ന കാഴ്ച. ഓടി പല്ലവി സേതും കൂടെ ചെന്നു. അമ്മയമ്മയെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. പക്ഷെ വിളിച്ചിട്ടൊരു അനക്കം ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും പല്ലവി അലറി വിളിച്ചിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, സേതുട്ട അമ്മയ്ക്ക് എന്തോ പറ്റിയതാ, എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ആ സമയം റൂം ചോദിച്ചു, അല്ല ഇതാരാ, നിങ്ങളുടെ ആരാന്നൊക്കെ ചോദിക്കുകയാണ്. സേതു പറഞ്ഞു, എൻ്റെ അമ്മയാന്ന് പറയണ. അങ്ങനെ അവരെല്ലാരും കൂടെ ചേർന്ന് നേരെ ലക്ഷ്മിയമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. സേതുവും പല്ലവിയൊക്കെ ഭയങ്കര ടെൻഷനിലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ. എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല ലക്ഷ്മിയമ്മയ്ക്ക്. സ്ലീപ്പിംഗ് പിൽസ് കഴിച്ച് മരണത്തോടെ മല്ലടിച്ച് കിടക്കാന്നുള്ള കാര്യം അവർക്കറിയത്തില്ലല്ലോ. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ ചോദിച്ചു, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കണം. അപ്പോഴേക്കും പറഞ്ഞു, അറിയത്തില്ല എന്താ സംഭവിച്ചതെന്ന്, അമ്മ ബോധമില്ലാതെ കിടക്കുമായിരുന്നു പറയണം. പിന്നീട് പെട്ടെന്ന് തന്നെ നേരെ ഐസിയുലേക്ക് കയറ്റുവാണ്. ഐസിയുലേക്ക് കയറ്റി ഡോക്ടർ പരിശോധനയൊക്കെ നടത്തുക. ഈ സമയത്ത് സേതുവിനോട് പല്ലവി പറഞ്ഞു, സേതുവേട്ട അമ്മയ്ക്ക് എന്ത് പറ്റിയതായിരിക്കും, എൻ്റെ മനസ്സിൽ എന്തോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സേതുവേട്ടനോട് പറഞ്ഞ അമ്മയെ വിളിക്കാനായിട്ട്. സാധാരണ അമ്മയെ വിളിക്കുമ്പോൾ അമ്മ കോൾ എടുക്കുന്നല്ലേ, ഇത്ര സമയം കോൾ എടുക്കാതിരുന്നപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പം എന്തായാലും തിരക്കിലായിരിക്കുന്നു, പക്ഷെ എന്നാലും ഇങ്ങനെയായിരിക്കുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആദ്യമേ തന്നെ നമ്മൾ ആ വിളിച്ച സമയത്ത് നമ്മൾ ഒരു പക്ഷേങ്കിൽ മൂർത്തി അങ്ങളിനെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരുമായിരുന്നെങ്കിൽ നമുക്ക് അമ്മയെ രക്ഷിക്കാൻ പറ്റുമായിരുന്നില്ലേ, എന്നാൽ ചിലപ്പം അമ്മയ്ക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുന്നതിന് മുമ്പ് നമുക്ക് കാണാമായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുക. സേതുവിന് ഭയങ്കര വിഷമമായി. പല്ലവി ആദ്യം പറഞ്ഞ മസാല ദോശ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് അമ്മയൊന്ന് വിളിച്ചു നോക്കാന്നൊക്കെ, പക്ഷെ പിന്നെ ആട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നീട്ടി വെച്ചോണ്ടിരുന്ന അതേ സമയത്ത് വേണുവിൻ്റെ അടുത്തേക്ക് മയൂരി എന്നിട്ട് പറഞ്ഞു, അച്ഛ എൻ്റെ ഫോൺ ഇങ്ങ് തരാൻ പറയണം. ഫോൺ എന്തിന്? എനിക്ക് അമ്മയെ വിളിക്കണമെന്ന് പറയാം, അമ്മ നല്ല സങ്കടത്തിലായിരിക്കും, എനിക്ക് അമ്മയെ വിളിച്ചാൽ മതിയാവുള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മോളെ, അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഇനി എപ്പോഴും നീ അവളുടെ പിന്നാലെ നടക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് അങ്ങനെ ഒരു അമ്മയില്ല, നിന്നെ എന്നെയൊക്കെ അവളെ നീ ഇനി അമ്മയായിട്ട് തലയെ കയറ്റി വെച്ചോണ്ടിരിക്കുകയാണോ? അതെ അച്ഛ, ഇങ്ങനൊന്നും പറയരുത്, എനിക്ക് എൻ്റെ അമ്മയെ വിളിച്ചാൽ മതിയാവുള്ളൂ, എനിക്ക് ഫോൺ വേണമെന്ന് പറയാം. നീ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ഫോൺ തരുന്ന പ്രശ്നമില്ല. അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മേലെ ഈ ഫോണിലേക്ക് വിളിച്ചേക്കരുതെന്ന്. അവൾ ഇനി വിളിക്കില്ലെന്നും പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്തിരിക്കുന്നേ. ഒരു കാര്യം ഞാൻ പറയാട്ടോ, നല്ല സങ്കടത്തിൽ അമ്മ എന്ത് ചെയ്യുന്നു പോലും പറയാൻ പറ്റില്ല. അമ്മ എന്തെങ്കിലും കടുങ്കൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. പിന്നെ നിന്റെ അമ്മ എന്തെങ്കിലും കടുങ്കൈ ചെയ്യാനായിട്ട് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അവൾക്ക് അപാര ഗഡ്സാ. അവള് കണ്ടു നമ്മളെയും കൂടെ കൊന്നിട്ടോ അവള് ചാകോളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിറുപുറത്തോണ്ട് വേണു അങ്ങോട്ട് പോയി. ഭയങ്കര സങ്കടമായി പോയി. കാരണം മയൂരി വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മയൂരിയുടെ ഫോൺ വരെ പിടിച്ചു വാങ്ങി വെച്ചിരിക്കുക. അതായിരുന്നു മയൂരിക്ക് ഏറ്റവും വലിയ സങ്കടം. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഡോക്ടർ സേതുവിനും പല്ലവിയും കൂടെ മുറിയിലേക്ക് വിളിപ്പിച്ചു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് സേതു ചോദിച്ചു, എന്തായി ഡോക്ടറെ, എൻ്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് നമുക്ക് ചോദിക്കുകയാണ്. അല്ല നിങ്ങൾ ആരാന്നാ പറഞ്ഞത്? എൻ്റെ അമ്മയാണ് ലക്ഷ്മി എന്ന് പറയണോ? ഓ അങ്ങനെയാണല്ലേ. അല്ല കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുകയാണ്. കുടുംബത്തിൽ പ്രശ്നമൊന്നുമില്ല. അല്ല കുടുംബമായിട്ട് ജീവിക്കുന്നല്ലേ, അപ്പോൾ സാധാരണ എല്ലാ കുടുംബത്തിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും, സ്വാഭാവികം. പക്ഷെ ആത്മഹത്യക്ക് ശ്രമിക്കേണ്ടതായിട്ട് കാര്യം എന്താ?
ആത്മഹത്യയോ? ഒരു നിമിഷം സേതുവും പല്ലവി ഒരുപോലെ ഞെട്ടിപ്പോയി. അതെ, അവര് ഗുളിക കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചാന്ന് പറയണ. അതൊരു പുതിയ അറിവായിരുന്നു സേതുവിനും പല്ലവിക്കും. സേതു പറഞ്ഞു, അങ്ങനെയൊന്നും ഒരിക്കലും അമ്മ ചെയ്യില്ല ഡോക്ടറെ. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രം. പിന്നെ ഞങ്ങൾക്ക് തെറ്റിയെന്നാണോ പറയണേ? പല്ലവി പറഞ്ഞു, സേതുവേട്ടാന്ന് പറഞ്ഞ് കയ്യിലേക്ക് പിടിച്ചു. ആ സമയത്ത് പല്ലവി ചോദിച്ചു, അല്ല ഡോക്ടറെ, ഇപ്പൊ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുവാന്ന് പറയണേ. കുറച്ചു മുമ്പ് ഇവിടെ എത്തിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നു. പിന്നെ ഞങ്ങളുടെ പരമാവധി ഞങ്ങൾ ശ്രമിക്കാം. ബാക്കി ദൈവത്തിന്റെ കയ്യിലാ. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്തൊക്കെയോ പല പ്രശ്നമുണ്ട്. ഒരു പ്രശ്നമില്ലാതെ അവരിങ്ങനെ ആത്മഹത്യക്ക് ശ്രമിക്കില്ല. അല്ല, നിങ്ങൾ മക്കളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മക്കളോ മരുമക്കളോ ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് അറിയാവോ? സേതു പറഞ്ഞു, അത് പിന്നെ അങ്ങനെയൊന്നും അറിയില്ല. സേതുവിന് കൂടുതൽ എന്ത് പറയണമെന്ന് അറിയില്ല. സേതുവിന് പറയാൻ പറ്റില്ലല്ലോ, തൻ്റെ കൂടെ അല്ല അമ്മ കഴിയണേ, അമ്മ വേറെയാന്നൊക്കെ. അതിനെയൊന്നും വിസ്തീരിച്ചുകൊണ്ടിരിക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നും ആയിരുന്നില്ല സേതു. ഒടുവിൽ ഡോക്ടറുടെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിയോട് സേതു പറഞ്ഞു, എന്തൊക്കെ പല്ലവി കേൾക്കണേ, അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന്. അതിന് മാത്രം അമ്മയ്ക്ക് എന്താ പ്രശ്നം ഉണ്ടായിരുന്നേ? പല്ലവി പറഞ്ഞു, എനിക്കറിയില്ല സേതുവേട്ടാ. സേതുവേണ്ണ അറിയാവുന്ന പോലെ തന്നെ എനിക്കും അറിയത്തുള്ളൂ. അമ്മ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും ഒരു കാരണം കാണും. അമ്മയുടെ മനസ്സ് അത്രമാത്രം വേദനിച്ച് കാണും. അങ്ങനെ എന്തോ ഒരു കാരണം ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യമില്ലാതെ ചെയ്യില്ല എന്ന് പറയണം. അപ്പോഴേക്കും നേഴ്സ് വന്നിട്ട് പറഞ്ഞു, അതെ, പേഷ്യന്റിന് കുറെ ബ്ലഡ് ഒക്കെ വേണ്ടി വരുമെന്ന് പറയണം. അത് കേട്ട ബ്ലഡ് ഗ്രൂപ്പ് പറഞ്ഞു കേട്ട ഇപ്പം സേതു പറഞ്ഞു, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അതാ. ഞാനൊരു കാര്യം ചെയ്യാം പല്ലവി, ഞാൻ പോയി ബ്ലഡ് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സേതു അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി. പല്ലവി പ്രാർത്ഥനയോട് കൂടി ഇരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്ത അവസ്ഥ. ഇത്ര കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി പിന്നീട് പൂർണിമയെ വിളിക്കുകയാണ്. പൂർണിമയെ വിളിച്ചിട്ട് കാര്യം പറയുകയാണ്, ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്നുള്ള കാര്യം. അത് കേട്ടതും പൂർണിമയ്ക്കൊരു ഞെട്ടലായിരുന്നു. കാരണം പൂർണിമ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. പിന്നീട് ചോദിച്ചു, അല്ല എങ്ങനെയുണ്ട് മോളെ? ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. ഡോക്ടർ ശ്രമിക്കാന്നൊക്കെ പറഞ്ഞെന്ന് പറയണം. ഈ സമയത്താണ് ഡോക്ടർ വീണ്ടും അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോഴേക്കും പല്ലവി ഓടിച്ചിട്ട് ചോദിച്ചു, ഡോക്ടർ എന്തെങ്കിലും പുരോഗതി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഡോക്ടർ പറഞ്ഞു, പ്രതീക്ഷയ്ക്കൊരു വകയില്ല, നിങ്ങൾ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാം പറയണം. എന്താ ഡോക്ടർ പറഞ്ഞേ? പല്ലവിക്ക് ഒന്നും അങ്ങ് മനസ്സിലായില്ല. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അതാ പറഞ്ഞത്, ആളുടെ കണ്ടീഷൻ ഇച്ചിരി ക്രിട്ടിക്കലാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ആരെയിലേക്ക് അറിയിക്കണമെങ്കിൽ, അവരുടെ ഭർത്താവിനെയൊക്കെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അറിയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ടേക്ക് പോയി. പല്ലവി തരിച്ചു നിൽക്കുക. പല്ലവിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. സേതുവേണ്ണാണ് അകത്ത് ബ്ലഡ് കൊടുത്തോണ്ടിരിക്കുക. ഇത് തെറിഞ്ഞു കഴിയുമ്പോൾ സേതുവേണ്ണന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? അത് ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പുറമായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സേതു അങ്ങോട്ട് വന്നു. സേതുവിനോട് പല്ലവി കാര്യം പറയണം. മറച്ചു വെച്ചിട്ട് കാര്യമില്ല. സേതുവേട്ട, അവിടെ മേലെടുത്ത് വീട്ടിൽ അറിയിക്കണ്ടേ? ഒരു കാര്യം ചെയ്യാം, മൂർത്തി അങ്ങളുടെ നമ്പർ ഉണ്ടല്ലോ, മൂർത്തി അങ്ങളുടെ നമ്പറിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറയണം. ഒടുവില് സേതു ഫോൺ കൊടുത്തു. സേതുവിന് സംസാരിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. അങ്ങനെ പല്ലവി മൂർത്തിനെ വിളിക്കുകയാണ്. മൂർത്തിനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറയാ. അത് കേട്ടപ്പോൾ മൂർത്തി ചോദിച്ചു, എന്താ എന്താ മോളെ കാര്യം എന്ന് ചോദിക്കണം. അത് പിന്നെ അമ്മയൊരു അഭിവേഗം കാണിച്ചെന്ന് പറയണം. അത് കേട്ടത് മൂർത്തി ഒരു നിമിഷം ഞെട്ടിപ്പോയി. പിന്നീട് മൂർത്തി പാഞ്ഞു പെറുക്കി നേരെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. സേതുവും പല്ലവിയൊക്കെ ആകെപ്പാടെ തകർന്ന മട്ടി നിൽക്കുകയാണ്. പിന്നീട് മൂർത്തിയോട് പല്ലവിയാണ് കാര്യങ്ങളൊക്കെ പറയണേ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മൂർത്തി, ദൈവമേ, ഇങ്ങനെയൊക്കെ സംഭവിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഒരിക്കലും ലക്ഷ്മിയെ ഇവിടെ കൊണ്ട് ഞാൻ ആക്കിയിട്ട് പോകത്തില്ലായിരുന്നൊക്കെ പറഞ്ഞു. ആ സമയം സേതു വെച്ച്, സത്യം പറ മൂർത്തിയങ്കളെ, എന്താ എൻ്റെ അമ്മയ്ക്ക് സംഭവിച്ചേ? അമ്മ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അതിന് തക്കതായി എന്തെങ്കിലും ഒരു കാരണം കാണും. ഒരു കാരണമില്ലാതെ അമ്മ ഇങ്ങനെയും ചെയ്യത്തില്ല. എനിക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്ന് പറഞ്ഞിട്ട് മൂർത്തിയുടെ നേരെ തിരിയണം. മൂർത്തി പറഞ്ഞു, അത് പിന്നെ കാര്യം എന്താ വെച്ചാൽ പറ. കാരണം എൻ്റെ അമ്മ ഇപ്പം നല്ല ക്രിട്ടിക്കൽ സ്റ്റേജിലാ. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, അത് പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. മേലെടുത്ത് വീട്ടിൽ അറിയിക്കേണ്ടവരേക്ക് അറിയിക്കാനാ പറഞ്ഞിരിക്കുന്നു പറയണം. അത് കേട്ടതും മൂർത്തി പറഞ്ഞു, ദൈവമേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആ സമയത്ത് സേതു പറഞ്ഞു, എന്തോ തക്കതായ കാരണമില്ലാതെ എൻ്റെ അമ്മ ചെയ്യത്തില്ല. എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. മൂർത്തി പറഞ്ഞു, സേതു, നീ ഒന്ന് സമാധാനിക്ക്, ഞാൻ പറയാന്നൊക്കെ പറയുവേണം. കാരണം ഇനിയിപ്പോൾ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് മൂർത്തിക്ക് മനസ്സിലായി. ഉടനെ മൂർത്തി ആ കാര്യം പറയാണ്. മയൂരിയുടെ കല്യാണം മുടങ്ങിയതുമല്ല. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തകർന്നു പോയി സേതു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ. അപ്പൊ തന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടെ അറിഞ്ഞിട്ടുണ്ട്. അതാണിപ്പം തൻ്റെ അമ്മയുടെ ആത്മഹത്യക്ക് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങിയതിന്റെ കാരണമെന്ന് സേതു മനസ്സിലാക്കുക. അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.